ശിവപാർവതി പാർട്ട് 5. അവൾ അതെല്ലാം എടുത്ത് അവന് നേരെ നീട്ടിയതും അവൻ അത് വാങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ചെരുപ്പുമിട്ട് കോണിപ്പടികൾ ആരോ ഇറങ്ങി വരുന്ന ശബ്ദം അവിടെ കേൾക്കുന്നത്. ഈ വീട്ടിൽ ചെരുപ്പിട്ട് നടക്കുന്നത് ആരാ? ഗീത. എന്നാ വാ. എങ്ങോട്ട്? നിന്റെ മുറിയിലേക്ക്. എന്റെ മുറിയിലേക്കോ? നിന്റെ മുറിയിലേക്ക് എന്താ പോകാൻ പറ്റില്ലേ? അവൻ പുരികം പൊക്കി കാനപ്പിച്ചു നോക്കി. ആ പറ്റും. ദൈവമേ, ഇത് എന്തിനുള്ള വരവാ എന്തോ. അവൻ പോകുന്ന ഇടയിൽ ഒരു കുപ്പി വെള്ളവും എടുത്തിരുന്നു. അവർ മുറിയുടെ അവിടെ എത്തിയപ്പോഴേക്കും ഗീത താഴേക്ക് എത്തിയിട്ടുണ്ട്. ഫോണിൽ ഫ്ലാഷ് അടിച്ചാണ് അവളുടെ വരവ്. അത് കണ്ടതും മുമ്പിൽ നടക്കാൻ ഒരുങ്ങിയ പാർവതിയെ വലിച്ച് ചുമരിന് പിന്നിൽ ഒളിപ്പിച്ചതും പാറു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഒരു വേള അവന്റെ നോട്ടവും അവളിൽ പതിഞ്ഞിരുന്നു. അവർ പോലും അറിയാതെ അവരുടെ മീകൾ തമ്മിൽ നോക്കി നിന്നു. പെട്ടെന്ന് എന്തോ പോലെയായി പാറു മീകൾ മാറ്റി മാറി നിന്നു. അവളുടെ ഹൃദയം എന്തെന്നില്ലാതെ മിടിക്കുമായിരുന്നു. അപ്പോൾ ഗീത അടുക്കളയിലേക്ക് പോയി എന്നായതും അവൻ അവളെയും വലിച്ച് അവളുടെ മുറിയിലേക്ക് കയറി. വാതിലടച്ച ശേഷം അവൻ ചുറ്റുമൊന്ന് നോക്കി. ഒരു കുഞ്ഞു മുറി, വൃത്തിയിലെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. ഒരു മൂലയിൽ ബുക്കുകളും വെച്ചിട്ടുണ്ട്. നീ പഠിക്കുമായിരുന്നോ? ആ ബുക്കുകളെല്ലാം നോക്കിക്കൊണ്ട് ശിവൻ ചോദിച്ചു. അതും പറഞ്ഞ് അവൾ കയ്യിലുള്ളതെല്ലാം നിലത്ത് വെച്ചു. ഇവിടെ ഇരിക്കാൻ. അത് പറഞ്ഞ് അവനെ നോക്കിയപ്പോഴേക്കും അവൻ നിലത്തിരുന്നിരുന്നു. അത് കണ്ട് അത്ഭുതത്തോടെ നോക്കുന്ന അവളെ കണ്ട്, എന്തേ, ഇതെല്ലാം ഇരിക്കാനുള്ളത് തന്നെയല്ലേ? എല്ലാം സഹിക്കാം. ഈ ദേശത്തിലുള്ള സംസാരമാണ് ദേവി എനിക്ക് പറ്റാത്തത്. അവൾ അതും മനസ്സിൽ വിചാരിച്ച് അവനെയൊന്ന് നോക്കിയ ശേഷം അവളുടെ ബുക്കിന്റെ മുമ്പിലായിരുന്നു. ബുക്ക് തുറന്ന് അതിലേക്ക് നോക്കിയിരിക്കുന്ന അവളെയൊന്ന് അവൻ നോക്കി. അവൻ ബ്രെഡ് എടുത്തു, അതിൽ ന്യൂട്ടലയാക്കി. വേറെ ഒന്നെടുത്ത് അതിൽ പീനട്ട് ബട്ടറും. ഡേ, ദേഷ്യത്തിലുള്ള അവന്റെ വിളി കേട്ട് അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഇവിടെ വാ, ഇവിടെ വന്നിരിക്ക്. അത് കേട്ടതും അവൾ ഞെട്ടി. ഞാനോ? അല്ല, ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ആലോചിക്കാതെ വന്നിരിക്ക്. എന്റെ ശിവ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? അവൾ അതും ആലോചിച്ച് അവന്റെ അടുത്ത് വന്നിരുന്നു. നിനക്കെന്താടി വരാൻ ഇത്ര മടി? ഒന്നുമില്ല. അവൾ പതിയെ അവന്റെ മുമ്പിലായിരുന്നു. എന്തോ അവന്റെ മുഖത്തേക്ക് നോക്കാതിരിക്കുന്ന അവളെ കണ്ടതു. ഹലോ, ഞാൻ നിന്നെ തറ കാണാൻ കൊണ്ടുവന്നിരുത്തിയതല്ല. അടക്കം ഒതുക്കം പറഞ്ഞിരുന്നാ പോരാ. ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും ഇഷ്ടമില്ലെന്ന് തോന്നിയാൽ എതിർക്കാനും കഴിയണം. അവൾ അത് കേട്ട് അത്ഭുതത്തോടെ അവനെ നോക്കി. നിനക്ക് ഏതാ ഇഷ്ടം? എന്ത്? നിനക്ക് നൂട്ടലയാണോ അതോ പീനട്ട് ബട്ടറാണോ ഇഷ്ടം? അവൾ എന്താണെന്ന പോലെ അവനെ നോക്കി. നിന്റെ ചെവിക്ക് പ്രോബ്ലം ഒന്നുമില്ല. എന്താണ് ഇഷ്ടമെന്ന് പറ. അത് പിന്നെ ന്യൂട്ടല്ല. ഇയാളുടെ മുമ്പിൽ കിടന്ന് ഞെട്ടി ഞെട്ടി ഞാൻ ഇല്ലാണ്ടാവുമോ എന്ന്. അവൾ അത് പറഞ്ഞ് നിർത്തിയതും അവൾക്ക് നേരെ അവൻ ന്യൂട്ടല തേച്ച് വെച്ച ബ്രെഡ് നീട്ടി. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. നോക്കി നിൽക്കാതെ ഇരുന്ന് കഴിക്കാൻ നോക്ക്. ദേഷ്യത്തിലുള്ള സംസാരം കേട്ട് അവൾ പെട്ടെന്ന് അത് കഴിച്ചു. അവൾക്ക് അതൊന്ന് കഴിച്ചപ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. നീ ഇത് കഴിക്കാറുണ്ടോ? ഇല്ല. അപ്പോഴേക്കും അവൻ അടുത്തത് അവൾക്ക് നേരെ നീട്ടിയിരുന്നു. ഇത് പീനട്ട് ബട്ടറാണ്. നീ ഇതൊന്നും കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. ഇനി ഇത് കഴിച്ചു നോക്ക്. അവൾ അത് മടിച്ചു മടിച്ചു വാങ്ങി. അവളുടെ കൂടെ അവനും കഴിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം വെള്ളവും കുടിച്ചു. നിനക്ക് കഴിക്കാൻ താല്പര്യമുള്ളതെല്ലാം ഒന്ന് രുചിച്ചു നോക്കിയാൽ എന്താ? അല്ലാതെ കാലാകാലം ഇവർക്കെല്ലാം അടിമപ്പണി എടുക്കാനാണോ നിന്റെ ഉദ്ദേശം? കടുപ്പിച്ചുള്ള അവന്റെ സംസാരം കേട്ട് അവൾ ഒന്നും മിണ്ടിയില്ല. അവൻ ഇനിയും അവൾക്ക് നേരെ നീട്ടിയതും അയ്യോ, എനിക്ക് വയറ് നിറഞ്ഞു. അതിന് അവനൊന്ന് അമർത്തി മൂളി. നിന്റെ ഫോൺ എവിടെ? എന്റെയോ? എനിക്ക് ഫോണില്ലല്ലോ. ടൈം 2:30 ആയിട്ടുണ്ട്. ഇനി ഇരുന്ന് പഠിക്കാൻ നിൽക്കാതെ കിടക്കാൻ നോക്കുക. അവൻ അതും പറഞ്ഞ് അവിടെ നിന്നും എണീറ്റു. അവൻ വാതിലും കടന്നു പോകാൻ നേരം, നീ എന്താ പഠിക്കുന്നത്? MCom ഫൈനൽ ഇയർ. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ അവിടെ നിന്നും പോയി. അവൻ പോകുന്നതും അവൾ നോക്കി നിന്നു.
ഈ കാണുന്ന ദേഷ്യമുണ്ടെന്നേ ഉള്ളൂ, ആള് പാവമാ. ആ ദേഷ്യത്തിലുള്ള സംസാരം ഒന്ന് ഒഴിവാക്കിയാ മതി. രാത്രിയൊന്നും കഴിച്ചില്ലായിരുന്നു, ഇതിപ്പോ എന്നെ കൊണ്ട് കഴിപ്പിക്കാൻ വന്ന പോലെ. അവൾ അതും വിചാരിച്ച് അവിടെയുള്ളതെല്ലാം അവൾ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു. ഇന്നേ വരെ ഇതൊന്നും ഞാൻ കഴിച്ചിട്ട് പോലുമില്ല. നല്ല രുചിയൊക്കെയുണ്ട്. അത് കൊണ്ടുപോയി വെക്കുന്നതിന്റെ ഇടയിൽ അവൾ ആലോചിച്ചു. ലൈറ്റെല്ലാം കിടത്തി ഉറങ്ങാൻ നേരവും അവളുടെ ചിന്ത അവനെക്കുറിച്ച് മാത്രമായിരുന്നു. ഒരു വേലക്കാരിയായ എൻ്റെ മുറിയിൽ കയറാനും ഒപ്പം ഇരിക്കാനും എല്ലാം എങ്ങനെ സാധിക്കുന്നു? എന്തേ, ഞാനും മനുഷ്യരല്ലേ, ആയിക്കൂടെ? ആവാം. ബട്ട് അങ്ങനെയൊന്ന് ആരെങ്കിലും അംഗീകരിച്ചാലല്ലേ. ആതിരയല്ലാതെ ആരും എൻ്റെ മുറിയിലേക്ക് ഇന്നേ വരെ വന്നിട്ട് കൂടെയില്ല. പക്ഷേ വീട്ടുകാരെല്ലാം നല്ലവരാ, എന്നെ മോളെ പോലെ കാണുന്നവരുമാണ് ഇവിടെ. ശരിക്കും മോളെ പോലെ ഉള്ളവരെന്നെ അങ്ങനെ കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് അവൾ എപ്പോഴോ ഉറങ്ങിയിരുന്നു. ഇന്ന് കോളേജിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ഒത്തിരി പണിയുണ്ടായിരുന്നു പാറുവിന്. പണിയെല്ലാം എടുത്ത് തീർന്നപ്പോയേക്കും ജോത്സ്യനും വന്നിരുന്നു. ആ വീട്ടിലെ അംഗങ്ങൾ മുഴുവൻ അവിടെ ഒത്തുകൂടിയിരുന്നു. എല്ലാവരുടെയും ജാതകം മുത്തശ്ശി അയാളുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം അതിലേക്കൊന്ന് നോക്കി. എല്ലാവരും ക്ഷമയോടെ എന്തെന്ന പോലെ അവരെ നോക്കി നിന്നു. ലക്ഷ്മിയമ്മക്ക് 4 പേരക്കുട്ടികൾ ആണല്ലേ? അതെ. ഒരു ജാതകത്തിൽ മംഗല്യയോഗം കാണുന്നുണ്ട്. അത് ഇത്രയും പെട്ടെന്ന് നടത്തുന്നതാവും നല്ലത്. അതാരാണ് തിരുമേനി? ശിവരുദ്രൻ. വയസ്സ് 28 ഇപ്പോൾ കല്യാണം നടക്കുന്നത് ഉത്തമമാണ്. നല്ലൊരു മുഹൂർത്തമുണ്ട്. ഇപ്പോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 34 പിന്നീട് കല്യാണയോഗം കാണുന്നത്. ശിവൻ ഇത് കേട്ടതും ദേഷ്യത്തോടെ കൈ ചുരുട്ടി പിടിക്കുന്നുണ്ട്. അത്രയും നേരം അവിടെ ഇല്ലായിരുന്ന പാറു ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. ദേഷ്യത്തിൽ നിൽക്കുന്ന അവനെ അവളൊന്ന് നോക്കി. അയ്യോ, കലിപ്പന് ദേഷ്യം വരുന്നുണ്ട്. പാറു അവരുടെ ഇടയിലേക്ക് ഒന്നും പോകാതെ വിട്ടാണ് നിൽക്കുന്നത്. മറ്റു ജാതകമോ? മുത്തശ്ശി, ഈ ജാതകം ഈ പറഞ്ഞ ശിവരുദ്രന്റെ ജാതകമായി 10ൽ 8 പൊരുത്തമുണ്ട്. അത് ആരുടെ ജാതകമാ തിരുമേനി? ഗീത. അതവന്റെ മുറപ്പെണ്ണാണ്. സുമ സന്തോഷത്തോടെ പറഞ്ഞു. ശിവന് ഇതൊന്നും ഇഷ്ടമാകുന്നേ ഇല്ലായിരുന്നു. ഗീത സന്തോഷത്തോടെ ശിവനെ നോക്കി. ഈ പൂതനയെ ശിവൻ കെട്ടിയ തീർന്നു. പിന്നെ അവളുടെ അഹങ്കാരമൊന്നും ആരും കാണില്ല. പക്ഷേ ശിവേട്ടൻ ആള് പാവമാ, ദേശക്കാരനാണെന്നേ ഉള്ളൂ. പാറു അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മറ്റു ജാതകങ്ങളിൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, ശുഭമാണ്. ഒരു ജാതകം കൂടെ ഉണ്ട്. പാറു, നിന്റെ ജാതകം കൂടെ കൊണ്ടുവരൂ. അവളുടേത് എന്തിനാണമ്മേ? നീ മിണ്ടാതെ നിൽക്ക്. മുത്തശ്ശി അവളെ നോക്കി പറഞ്ഞതും അവർ ദേഷ്യത്തോടെ മിണ്ടാതെ നിന്നു. എൻ്റെ ദേവി, ഈ മുത്തശ്ശിക്ക് എന്തിനാ ഇനി എൻ്റെ ജാതകം? ഇതിൽ പുതിയ ഗുലുമാലൊന്നും ഉണ്ടാകല്ലേ, ഇല്ലെങ്കിലേ ആ സുമ്മാൻ്റെയും നീതാൻ്റെയും എന്നെ കണ്ടൂടാ. അവൾ അതും ആലോചിച്ച് ജാതകം മുത്തശ്ശിക്ക് കൊണ്ടുവന്ന് കൊടുത്തു. തിരുമേനി, ഇതും കൂടെ ഒന്ന് നോക്കണം. മുത്തശ്ശി അത് തിരുമേനിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും തിരുമേനി പാറുവിനെ ഒന്ന് നോക്കി. ഈ കുട്ടി ഇവിടുത്തെ ആരാ? നല്ല ഐശ്വര്യമുള്ള കുട്ടി. തിരുമേനി എന്ന് പറഞ്ഞതും ഇവൾ ഇവിടുത്തെ വേലക്കാരിയാണ്. തുടരും.